Hi, Namaste, welcome back viewers, welcome back to my channel Being Trader. ക്രൂഡ് ഓയിലിൻ്റെ ഇന്നത്തെ പെർഫോമൻസ് ആണ് 5 മിനിറ്റ്സിൽ കിട്ടിയ ട്രേഡാണ്. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 9th ഫെബ്രുവരിയിലെ പെർഫോമൻസ് ആണ്. ഇന്ന് ക്രൂഡ് ഓയിലിൻ്റെ മോർണിംഗിൽ ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് ഡൗൺ ഇറങ്ങി ചെറിയൊരു റിട്ടേൺസ് നമുക്ക് 5 മിനിറ്റ്സിൽ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് നമുക്ക് മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോയി. അവിടെ നമുക്കൊരു ചെറിയൊരു ബൈ സൈഡിൻ്റെ ഇൻഡിക്കേഷൻ, നമുക്ക് ചെറിയൊരു കോൾ ഓപ്ഷൻ മാർക്കറ്റ് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നു. ചെറിയൊരു റിട്ടേൺസ് എടുത്തിട്ടുണ്ട്. അതിൽ 5 മിനിറ്റ്സിൽ കിട്ടിയ ട്രേഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഫ്ലക്ച്വേഷൻ്റെ മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് എടുക്കാം, ആക്യുറേറ്റ് ആയിട്ട് 5 മിനിറ്റ്സ്, അത് 5 മിനിറ്റ്സ് സ്കാൽപ്പിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ട്രേഡ് മനസ്സിലാക്കാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് കാണിക്കുന്നത്. ഇന്നത്തെ ക്രൂഡ് ഓയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇന്നത്തെ ക്രൂഡ് ഓയിൽ മോർണിംഗിൽ നമുക്ക് ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ആയത് മാർക്കറ്റ്. ഗ്യാപ് ഡൗണിൽ നിന്ന് ഡൗൺ ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്യാപ് ഡൗൺ ഇറങ്ങിയ ശേഷം സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത ശേഷം 5700 പുട്ട് മാർക്കറ്റ് താഴ്ത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു, മേളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് 176 നമുക്ക് 190 വരെയൊക്കെ പോയിട്ടുണ്ട്. ചെറിയ റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ അപ്സൈഡിൻ്റെ എൻട്രി ക്രൂഡ് ഓയിൽ നടക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ മാർക്കറ്റ് കയറുന്നു. അതിൽ 5700 കോള് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലിപ്പോഴും മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് തന്ന ഇൻഡിക്കേഷൻ നമുക്ക് 150 ശേഷം തന്നതാണ്. അവിടുന്ന് 189 എടുത്തിട്ട് ആദ്യത്തെ ഒരു അപ് ട്രെൻഡിൽ നിന്ന് ആദ്യത്തെ ഒരു മാർക്കറ്റ് ഒരു ചെറുതായിട്ടൊന്ന് കയറിയപ്പോൾ അവിടുന്ന് ഓൾമോസ്റ്റ് നമുക്കൊരു 197 പൊസിഷൻ തിരിച്ചൊന്ന് ഇറങ്ങി രണ്ടാമത് ഇപ്പോഴും പിന്നെ കയറുന്നു. ഇവിടുന്ന് ഇപ്പോൾ 198. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 10 പോയിന്റുള്ള പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ബൈ ഹോൾഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ട്രേഡ് എടുക്കാത്തവർക്ക് ഇപ്പോൾ എടുക്കാനുള്ള ഒരു അവസരമാണ്. ഇപ്പോൾ സോഫ്റ്റ് അവിടെ ടാർഗറ്റ് 3 തന്നിട്ടുണ്ട്. 238 വരെ ടാർഗറ്റ് തന്നിട്ടുണ്ട്. ഇപ്പോൾ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുന്ന റെസിസ്റ്റൻസ് സ്ട്രോങ് ആണ്. ധൈര്യമായിട്ട് ആ ട്രേഡ് അവിടെ ഹോൾഡ് ചെയ്യാം. സോഫ്റ്റ് അവിടെ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ട്രേഡ് മിസ്സായെങ്കിൽ അടുത്ത ട്രേഡ് റിട്രേസ്മെന്റ് ഇവിടുന്ന് മാർക്കറ്റ് ചെറുതായിട്ട് ഇറങ്ങിയ ശേഷം പിന്നെ രണ്ടാമതൊരു ബ്രേക്ക് ചെയ്ത ശേഷമാണ് നമുക്ക് ഈ ട്രേഡ് കിട്ടിയത്. അവിടുന്ന് 186 പോയതാണ്. ഇപ്പോൾ 201 ചെറിയ റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. സ്കാൽപ്പിങ്ങിൽ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിൽ കറക്റ്റായിട്ട് നമുക്ക് എൻട്രി കണ്ടെത്താൻ സാധിക്കും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 3 കൺഫർമേഷൻ ലെവൽസ് ആണ്. ഒന്ന് സിഗ്നൽ തരികയാണെങ്കിൽ നമുക്ക് ആ കൺഫർമേഷൻ ക്യാൻഡിൽ കളർ ഗ്രീൻ ആണോ നോക്കണം, താഴത്തെ കൺഫർമേഷൻ ബാർ ഗ്രീൻ ആണോ നോക്കണം. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് ഡേ ട്രേഡ് എടുക്കാം. അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് ഇൻ ബൈ സോൺ നമുക്ക് അവിടെ സോഫ്റ്റ്വെയർ തരുന്നതാണ്. അപ്പോൾ ഇവിടെ ബൈസ് ഇൻഡിക്കേഷൻ വന്നപ്പോൾ നമുക്ക് കൺഫർമേഷൻ ലെവൽസ് നമുക്ക് ഓക്കെ ആയത് ഇവിടെയാണ് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുക. അപ്പോൾ ആദ്യത്തെ ട്രേഡ് നമുക്ക് 189 നിന്ന് അവിടുന്ന് മാർക്കറ്റ് കയറി 197 വരെ പോയതിനു ശേഷം തിരിച്ച് മാർക്കറ്റ് ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ അടുത്ത ട്രേഡ് പോയെങ്കിൽ ഇപ്പം അത് റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. ഇതുവരെ ട്രേഡ് എടുത്തില്ല. ഇപ്പം നമുക്ക് ആ ട്രേഡ് എടുക്കാൻ അവസരമാണ്. അവിടെ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ 3 ടാർഗറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ടാർഗറ്റ് ഇതുവരെ അച്ചീവ് ആയിട്ടില്ല. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ആ ട്രേഡ് ഹോൾഡ് ചെയ്യാം. അതേപോലെ ക്രൂഡ് ഓയിൽ മോർണിംഗിൽ ഓപ്പൺ ആയപ്പോൾ ഗ്യാപ് ഡൗണിൽ നിന്ന് ഓപ്പൺ ആയതാണ്. മാർക്കറ്റ് ഇറങ്ങി ഓപ്പൺ ആയത്. അവിടെ സിഗ്നൽ വന്നപ്പോൾ അപ്പം തന്നെ കൺഫേം കിട്ടിയിരുന്നു. പക്ഷേ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത ലെവൽ അവിടെ നിന്നാണ് നമുക്ക് ആ ട്രേഡ് എടുക്കാൻ കഴിയുക. അവിടുന്ന് ആ സമയത്ത് 5700 നമുക്ക് പുട്ട് ഓപ്ഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അവിടുന്ന് ബൈ ഇൻഡിക്കേഷൻ മോർണിംഗിൽ തന്നു. അവിടുന്ന് കൺഫേം ആയി 176 ഇവിടെ നിന്നാണ് ബ്രേക്ക് ചെയ്ത് അവിടുന്ന് മാർക്കറ്റ് കയറി 190 വരെ പോയിട്ടുണ്ട്. നല്ല റിട്ടേൺസ് ആയിരുന്നു. വലിയൊരു മൂവ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് അവിടുന്ന് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. നല്ല ട്രേഡ് ആയിരുന്നു അത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ സിഗ്നൽസ് ശ്രദ്ധിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. അത് സിഗ്നൽസ് വന്ന് കൺഫേം ആണ് നെക്സ്റ്റ് ക്യാൻഡിൽ ട്രേഡ് എടുക്കാം. അത് സ്ട്രോങ്, അതായത് കൺഫർമേഷൻ കറക്റ്റ് വന്ന് റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് ബ്രേക്കാണ്. സ്ട്രോങ് ബ്രേക്ക് ആണ് സോഫ്റ്റ് അവിടെ കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ തരും. ആ സമയത്ത് ട്രേഡ് നമുക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. റിവേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് അവിടെ സൈഡ് വേസ് കാണിച്ചു തരാം. ആ സമയത്ത് നമ്മൾ എക്സിറ്റ് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ എക്സ്ട്രാ കളർ കാണിച്ചു തരാം. അല്ലെങ്കിൽ ആ ട്രെൻഡ് ലൈൻ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് അവിടെ ട്രേഡ് റിവേഴ്സ് ആവുന്നതും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇപ്പോഴത്തെ ട്രേഡ് വെച്ച് നോക്കിയപ്പോൾ ഇപ്പം ക്രൂഡ് ഓയിൽ മാർക്കറ്റിൻ്റെ മേളിലേക്ക് കയറി. ഇപ്പോൾ കോൾ സൈഡിൻ്റെ ഇൻഡിക്കേഷൻ ആണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഞാനിപ്പോൾ പറഞ്ഞ 5700 കോൾ ഓപ്ഷൻ അവിടെ ട്രേഡ് നമുക്ക് നടന്ന് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അവിടെ ധൈര്യമായിട്ട് നമ്മളിപ്പോൾ ട്രേഡ് എടുത്ത് ഓൾമോസ്റ്റ് 20 പോയിന്റ്സോളം പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ അടുത്ത എൻട്രി എടുക്കാനുള്ള അവസരം സോട്ട് അവിടെ തന്നിട്ടുണ്ട്. ഇവിടെ റീ എൻട്രി സെഷനായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അത് ഹോൾഡ് ചെയ്യാം. ഇതുവരെ ട്രേഡ് എടുക്കാത്തവർക്ക് ഇപ്പോൾ ട്രേഡ് എടുക്കാനുള്ള അവസരം കൂടെ സോട്ട് അവിടെ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് ഇപ്പോൾ 20 പോയിന്റ്സ് പ്രോഫിറ്റ്. 2 ടാർഗറ്റ് ഇപ്പോഴും പെൻഡിങ്. 208 ഫസ്റ്റ് ടാർഗറ്റാണ് ഹിറ്റ് ചെയ്തത്. സെക്കൻഡും തേർഡും പെൻഡിങ് ആണ്. അപ്പോൾ ധൈര്യമായിട്ട് റെസിസ്റ്റൻസ് സ്ട്രോങ് ആണ്. നമുക്ക് ആ ട്രേഡ് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. അവിടെ കറക്റ്റായിട്ട് സോഫ്റ്റ് ഇൻഡിക്കേഷൻ തരും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. താഴത്തെ കൺഫർമേഷൻ ബാർ ക്യാൻഡിൽ കളർ, അതേപോലെ ആ ട്രെൻഡ് ലൈൻ നോക്കുക. മാർക്കറ്റിൻ്റെ അപ്പ് ഡൗൺസ് ലൈൻ ആ ട്രെൻഡ് ലൈൻ, അതിൻ്റെ നമുക്ക് മാർക്കറ്റിൻ്റെ അതിൻ്റെ നമുക്ക് റിട്രേസ്മെൻറ്റിൽ നിന്ന് തിരിച്ച് മാർക്കറ്റ് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ട്രേഡ് മിസ്സാക്കുക, അടുത്തൊരു ഇറക്കത്തിൽ നിന്ന് എടുക്കാം. അത് ട്രേഡ് എടുത്തവർക്ക് അവിടെ ട്രേഡ് ഹോൾഡ് ചെയ്യാം. കാരണം താഴെ ഗ്രീൻ ആണെങ്കിൽ നമുക്ക് തിരിഞ്ഞു കയറും. അഥവാ നമുക്ക് പ്രോഫിറ്റിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അവിടെ വേണമെങ്കിൽ എക്സിറ്റ് അടിക്കാം.
അല്ല നമുക്ക് കുറച്ചുകൂടെ നോക്കണമെങ്കിൽ താഴെ നമുക്ക് ധൈര്യമായിട്ട് അത് ഹോൾഡ് ചെയ്യാം. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോഴും പ്രോഫിറ്റിലാണ് നിൽക്കണേ. ഫസ്റ്റ് ആക്കി ടി ശേഷം ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് ആക്കി 223 ധൈര്യമായിട്ട് ആ ട്രേഡ് ഹോൾഡ് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലൈവ് പെർഫോമൻസ് നമുക്ക് കണ്ട് ഞാൻ മനസ്സിലാവും എങ്ങനെയാണ് ട്രേഡ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ സിഗ്നൽസ് വന്ന് നമുക്ക് എങ്ങനെ കൺഫേം ആയി എങ്ങനെ ട്രേഡ് എടുക്കണം, ഫസ്റ്റ് ട്രേഡ് മിസ്സായാലും അടുത്ത ട്രേഡ് എങ്ങനെ എടുത്തു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കൂടിയാണ് ഇപ്പോൾ കാണിച്ചത്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് ലൈവ് പെർഫോമൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ബൈ.